ടിക്കറ്റ് ഫിനാലയിലേക്ക് ബോണസ് പോയിന്റ് നേടുന്ന മത്സര മാമാങ്കത്തിലെ അടുത്ത ടാസ്ക് വെളുപ്പിക്കൽ. ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് ശ്രീധുവിൻ്റെ അമ്മേനെയാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നത്. ആദ്യം തന്നെ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ശ്രീധുവിൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാണ്, മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കെടുത്തുന്നതൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ. വാണിംഗ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീധുവിൻ്റെ അമ്മ വന്ന സമയം തൊട്ട് ശ്രീധുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നന്നായിട്ട് ഗെയിം കളിക്കുക, മൈൻഡ് ഗെയിം കളിക്കുക, എല്ലാവരും പറയുന്നത് കേൾക്കൂ, എല്ലാവരോടും പോയിട്ട് സംസാരിക്കുക, പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഉറക്കളച്ച് ഇരുന്നിട്ടുള്ള സംസാരം നിർത്തൂ എന്നൊക്കെ. ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ശ്രീധു അർജുൻ കോംബോ ഇഷ്ടമില്ലാത്ത രീതിയിൽ തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മേൻ്റെ പെരുമാറ്റം. ശ്രീധുവിൻ്റെ അമ്മ അർജുൻ്റെ അടുത്തും കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അർജുൻ്റെ അടുത്തെന്നല്ല, അവിടെ ആരോടും കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. ശ്രീധുവിൻ്റെ അടുത്ത് മാത്രമാണ് കൂടുതൽ സമയം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ശ്രീധു അർജുൻ കോംബോ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ശ്രീധുവിൻ്റെ അമ്മ പെരുമാറിയ സമയം മുതൽ തന്നെ താഴത്ത് ഇവർക്കെതിരെ, ശ്രീധുവിൻ്റെ അമ്മയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അത് മോശമാണ്. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത് അഭിപ്രായം തുറന്ന് പറയൂ, എല്ലാ കാര്യത്തിലും ഇടപെടൂ എന്നൊക്കെ പറഞ്ഞത് നല്ല കാര്യമാണ്. അതിനത് അവരെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം, ഇത്രയും നെഗറ്റീവ്സ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് വന്ന സമയം തൊട്ട് ശ്രീധുവിൻ്റെ പിന്നാലെ മാത്രം നടന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉപദേശിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഓവറായി പോകുമ്പോൾ ശ്രീധു അത് ഒരു ഡൗൺ ആയി പോകുന്നത് പോലെ ഫീൽ ചെയ്തപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. കാരണം വന്ന സമയത്ത് ശരി കാര്യം പറഞ്ഞു, മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തി എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യായിരുന്നു. പക്ഷേ ഇത് ശ്രീധുവിൻ്റെ അടുത്ത് മാത്രം ഇരുന്ന് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ബിഗ് ബോസ് വിളിച്ചിട്ട് വാൺ ചെയ്യുന്നത്. ഈ രീതിയിൽ മത്സരാർത്ഥികളുടെ ഈ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എന്ന് അവരോട് ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് എന്ന്. ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ഈ അർജുൻ ശ്രീധു കോംബോയോടുള്ള എതിർപ്പും ശ്രീധുവിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നിന്ന് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറയുന്ന ഒന്നും തെറ്റല്ല. അതിനെ അവർക്കെതിരെ കുറേ നെഗറ്റീവ് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഒരു പരിധിക്കപ്പുറം അത് തന്നെ ഇങ്ങനെ നിരന്തരം പുറകെ നടന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഒരു ഭയങ്കര ഓവർ കൺട്രോൾ ചെയ്യുന്നത് പോലൊരു ഫീൽ വരും. അപ്പോൾ അപ്പോഴാണ് ബിഗ് ബോസ് വിളിച്ചിട്ട് വാൺ ചെയ്യുന്നത്. അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മ ലിവിങ് റൂമിൽ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. കുറേ ഗാർഡൻ ഏരിയയിൽ കുറേ പാത്രങ്ങളും അതേപോലെ ചകിരിയോട് കൂടിയിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ട്. ആ തേങ്ങയിൽ നിന്ന് ചകിരി വായ കൊണ്ട് കടിച്ച് വലിച്ച് അത് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകി വൃത്തിയാക്കണം. ഏറ്റവും കൂടുതൽ പാത്രം കഴുകി വൃത്തിയാക്കി നീറ്റാക്കി വെക്കുന്ന ടീമാണ് വിജയിക്കുന്നത്. അങ്ങനെ ടാസ്ക് തുടങ്ങി എല്ലാവരും ഗംഭീര തേക്കൽ, ഉരയ്ക്കൽ, കഴുകൽ. ഇതിനിടയ്ക്ക് നന്ദനയും അഭിഷേകം കൂടെ പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് വന്നടി. അങ്ങനെ പൈപ്പ് പൊട്ടി അങ്ങനെ കുറേ വെള്ളം പോകുന്നു. നന്ദന പാവാടയൊക്കെ കൊണ്ട് പാത്രം ക്ലീനാക്കി തുടച്ചു വയ്ക്കുന്നു. ഇപ്പുറത്ത് അർജുൻ ടീഷർട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ തുടയ്ക്കുന്നു. അപ്പുറത്ത് സിജോ ടീഷർട്ട് ഊരിയിട്ട് അത് ഉപയോഗിച്ചിട്ട് പാത്രം തുടച്ച് വയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണുങ്ങളിൽ ആർക്കും ടീഷർട്ടില്ല, എല്ലാവരും അത് ഉപയോഗിച്ചിട്ട് പാത്രം തുടച്ച് മിനുക്കിയൊക്കെ വെക്കുകയാണ്. അങ്ങനെ അവസാനം ബസറടിച്ചു. ടാസ്ക് കംപ്ലീറ്റ് ആയി. ഓരോ ടീമിൽ നിന്നും ഒരാൾ ജഡ്ജായിട്ട് വരികയാണ്. അങ്ങനെ 4 ടീമിൽ നിന്ന് 4 ആൾക്കാർ പാത്രങ്ങൾ, ഓരോ ടീമിൻ്റെ ആയിട്ടുള്ള പാത്രങ്ങൾ നീറ്റാണോ, എത്ര എണ്ണം നീറ്റായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് ജിൻഡോ, സിജോ, ഋഷി, ശ്രീധു, ഇവർ 4 പേരുമാണ്. അപ്പം സിജോ പറയുന്നത് ചെറിയ പാത്രത്തിൻ്റെ ഒരു വശത്ത് ചെറുതായിട്ടിരുന്നാലും അഴുക്കിരുന്നാലും അത് റിജക്റ്റ് ചെയ്യാം, പക്ഷെ വലിയ പാത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തിരുന്നാലും അത് കുഴപ്പമില്ലാതെ നമുക്ക് എടുക്കാമെന്നുള്ളത്. അപ്പം ജിൻഡോ പറയുന്നു അങ്ങനെ പറ്റത്തില്ല, അഴുക്കുണ്ടെങ്കിൽ ചെറുതാണേലും വലുതാണേലും എല്ലാം ഒരേപോലെ എടുക്കണമെന്ന്. അങ്ങനെ എല്ലാം ഒരേപോലെ എടുക്കാം എന്നുള്ളത് തീരുമാനിച്ചിട്ട് അവർ പരിശോധിച്ച് നോക്കുകയാണ്. കുറേ സമയം എടുത്തിട്ടാണ് നോക്കണേ. ഒരു പാത്രത്തിൻ്റെ ഓരോ ഇഞ്ചും അളന്ന് മുറിച്ചിട്ടൊക്കെ അവർ നോക്കുന്നുണ്ട്. അവസാനം നെസ്റ്റിന് 13 പാത്രം ക്ലീനാക്കി കിട്ടി. ടണലിനും അതേപോലെ തന്നെ 13 പാത്രം. പീപ്പിൾസ് റൂമിലുള്ള ടീമിന് 9 പാത്രം. ഡെന്നിന് 16 പാത്രം. അങ്ങനെ 16 പാത്രം ക്ലീനാക്കി ഡെന്നാണ് ഇന്നത്തെ വെളുപ്പിക്കൽ ടാസ്കിൽ ഫസ്റ്റ് ആയിരിക്കും. 13 പാത്രങ്ങൾ വീതം വൃത്തിയാക്കി നെസ്റ്റും ടണലും 2ാം സ്ഥാനത്ത്. 9 പാത്രങ്ങൾ നീറ്റാക്കി പീപ്പിൾസ് ടീം 3ാം സ്ഥാനത്ത്. അങ്ങനെ ആദ്യം എത്തിയിട്ടുള്ള ഡെന്നിന് 3 പോയിൻ്റ്, 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള നെസ്റ്റിനും ടണലിനും 2 പോയിൻ്റ്, 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള പീപ്പിൾസ് ടീമിന് 1 പോയിൻ്റ്. അങ്ങനെ മത്സര മാമാങ്കത്തിലെ 2ാമത്തെ ടാസ്ക്കായിട്ടുള്ള വെളുപ്പിക്കലും കഴിഞ്ഞിരിക്കുകയാണ്.